അർദ്ധരാത്രിയിൽ ജാസ്മിനും ഗബ്രിയും വീണ്ടും പിണക്കങ്ങളും ഇണക്കങ്ങളുമായിരുന്നു. എന്നാൽ അതിനുശേഷം പിണക്കം മാറ്റാനായി ഗബ്രി ജാസ്മിൻ്റെ ബെഡ്റൂമിൽ വന്ന് ബെഡിലിരുന്നു കൊണ്ട് ഹഗ് ചെയ്യുന്നു, ഉമ്മ വയ്ക്കുന്നു, സ്വകാര്യങ്ങൾ പറയുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ അവരുടെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു സംശയം തോന്നാം. ആ സമയത്ത് കൈ തായോ, ഞാൻ പിടിക്കട്ടെ എന്നൊക്കെയുള്ള വർത്തമാനങ്ങളും. അതിനിടയിൽ ഗബ്രി വീണ്ടും വീണ്ടും തൻ്റെ പ്രണയം പറയുന്നുണ്ട്. എനിക്ക് നിന്നെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് നിനക്കറിയില്ല, അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതൊരു പ്രണയമാണ്. ആ പ്രണയം എന്ന് പറയുന്നത് നിനക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. അത്രയും പ്രണയമുണ്ട് എൻ്റെ മനസ്സിൽ. പക്ഷെ അതൊരു ഫിസിക്കൽ റിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ ഞാൻ പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തവണ തൻ്റെ പ്രണയം വെളിപ്പെടുത്തുന്നുണ്ട്. ജാസ്മിൻ സന്തോഷത്തോടു കൂടി അത് കേൾക്കുന്നുണ്ട്. കേട്ട് കിടന്നിരുന്ന ജാസ്മിൻ പിന്നീട് എഴുന്നേറ്റിരുന്ന് ചെവിയിൽ സ്വകാര്യം പറയുന്നുണ്ട്. പിന്നെ വീണ്ടും കിടക്കുന്നു. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് ഇൻറ്റിമസി ആയിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് യമുന ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് യമുന ഈ കാഴ്ചയാണ് പെട്ടെന്ന് കണ്ടത്. കണ്ട സമയത്ത് പെട്ടെന്ന് യമുന ഷോക്കാവുന്നുണ്ട്. പക്ഷെ ഗബ്രി അപ്പോഴേക്കും ചേച്ചി എന്ത് പറ്റി, വെള്ളം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞ യമുന അവിടെയുള്ള കാഴ്ച തനിക്ക് കാണാൻ വയ്യ എന്ന മട്ടിൽ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഡെൻ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, എനിക്കവിടെ കാണാൻ പറ്റാത്ത കാഴ്ചകളാണ്, ഞാൻ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്ന്. അങ്ങനെ ഗബ്രിയുടെ സീനുകൾ കാണാൻ കഴിയാതെ യമുന ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്.